ഗ്രാമത്തിൽ വസിച്ചു വരുന്ന രേഖ വളരെ നല്ലവളും സത്യസന്ധമായവളും പിന്നെ വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയുമാണ്. രേഖ ഒരു പാവപ്പെട്ട കൃഷിക്കാരന്റെ മകളാണ്. അവരുടെ വീടിന്റെ അവസ്ഥ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. പഠിക്കുന്നത് മാത്രമല്ലാതെ വീട്ടുജോലിയിലും അവൾ തന്നെ അമ്മയെ സഹായിക്കും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ ജോലി ചെയ്യുന്നത് കണ്ടാൽ അവൾ അവരെ സഹായിക്കാനായി വന്നാൽ അവരവളെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം മോളെ, നീ ആദ്യം നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്ത്. അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഒരുപാട് സമയമായി തനിച്ചു പണി ചെയ്യുകയാണ്. ശരി, നീ ഒരു കാര്യം ചെയ്യേ. ആദ്യം നീ ചെന്ന് പഠിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങ്. രാവിലെ എണീറ്റ് നീ കോളേജിലേക്ക് പോകണമല്ലോ. ശരിയമ്മേ. രേഖ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവൾ BSc അഗ്രികൾച്ചർ സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു. അവൾ തന്റെ ക്ലാസ്സിൽ എല്ലാ പരീക്ഷയിലും ഫസ്റ്റ് ആണ് വരുന്നത്. പക്ഷേ രേണുവിനും അവളുടെ കൂട്ടുകാർക്കും രേഖയോട് അസൂയായിരുന്നു. അവർ രേഖയെ ഒരുപാട് വെറുത്തിരുന്നു. അറിയാമോ, ഇവൾ ടീച്ചേഴ്സിനെയൊക്കെ നന്നായി മയക്കി വെച്ചിരിക്കാണ്. അതുകൊണ്ടാണ് എല്ലാ എക്സാമിലും ഫസ്റ്റ് വരുന്നത്. പറയുന്നേ, അല്ലെങ്കിൽ എങ്ങനെയാ അവള് ഫസ്റ്റ് വരുന്നത്? അതെ അതെ, നീ പറയുന്നത് നേരാണ് രേണു. ഇവളെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആകെ കഷ്ടത്തിലാകും. ഇവളുടെ ജീവിതം നമ്മൾ കഷ്ടത്തിലാക്കാം. കാണാൻ ഒരു ഭംഗിയുമില്ല, പക്ഷെ പഠിത്തത്തിൽ മാത്രം ഫസ്റ്റ് വരുന്നു. രേണു ആ സിറ്റിയിലെ വലിയ പണക്കാരന്റെ മകളാണ്. അതുകൊണ്ട് അവൾ അവളുടെ മുഖ സൗന്ദര്യത്തിലും പിന്നെ ഡ്രസ്സിങ്ങിലുമൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു. പാവപ്പെട്ടവളായ ആ രേഖയെ എപ്പോഴും അവൾ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തണുപ്പുകാലമായപ്പോൾ രാംപൂരിൽ നിന്നും പട്ടണത്തിലേക്ക് വരുന്ന രേഖ വീട്ടിൽ നിന്നും തിരിക്കുമ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോളെ രേഖ, പുറത്ത് നല്ല തണുപ്പാണ്. നീ കോളേജിലേക്ക് പോവുകയല്ലേ? മഫ്ലർ ഇട്ടുകൊണ്ട് പോ. വേണ്ടമ്മേ, ഞാൻ ഇങ്ങനെ തന്നെ പോയേക്കാം. ദേ നോക്കു മോളെ, നല്ല തണുപ്പുണ്ട്. ഞാൻ പറയുന്നത് കേൾക്ക്. മഫ്ലർ ഇട്ടുകൊണ്ട് പോ. ഇങ്ങനെ നീ പോകരുത്. പക്ഷേ അമ്മേ, അത് വളരെ പഴയതാണ്. പക്ഷേ തണുപ്പിൽ നിന്നും രക്ഷിക്കുമല്ലോ. നീ അത് ഇട്ടുകൊണ്ട് പോ, ഞാനല്ലേ പറയുന്നത്. ശരി അമ്മേ. രേഖ ഗ്രാമത്തിൽ നിന്നും നടന്നാണ് കോളേജിലേക്ക് വരുന്നതും പോകുന്നതും. രേഖ മഫ്ലർ ഇട്ടുകൊണ്ട് കോളേജിലേക്ക് വന്നു. രേണു അവളെ നോക്കിയിട്ട് കളിയാക്കുന്ന രീതിയിൽ എന്തു പറഞ്ഞെന്നാൽ, അല്ല, ഇവളെന്ന് നോക്കിയേ, ജർഗിനും ജാക്കറ്റും ഇടുന്ന സമയത്ത് ഇവൾ മഫ്ലർ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അതും കീറിയത്, വളരെ പഴയത്. ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ ഇവൾ മഫ്ലർക്കാരിയായി മാറി. അയ്യേ, മഫ്ലർക്കാരി എന്ന് പറയല്ലേ, കീറിയ മഫ്ലർക്കാരി എന്ന് പറയൂ. കീറിയ മഫ്ലർക്കാരി. രേഖ ഇതൊക്കെ കേട്ട് ഒരുപാട് വിഷമിച്ചു. പിന്നെ അവൾ കരയാൻ തുടങ്ങി. പിന്നെ കോളേജിന്റെ പുറകിൽ കാട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് അവൾ ചെന്നു. അപ്പോഴാണ് ഒരു ശബ്ദം അവളുടെ ചെവിയിൽ കേട്ടത്. അവിടെ നോക്കിയപ്പോൾ അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന രാജേഷും ജിതേഷും അവിടെ നിൽപ്പുണ്ടായിരുന്നു. രാകേഷ് തന്റെ കയ്യിൽ തോക്ക് വെച്ചുകൊണ്ട് എന്തിനെയോ ഉന്നം വെക്കുകയായിരുന്നു. എടാ, ഇവിടെ ഉണ്ടാവും. പിന്നലെ ഇവിടെ തന്നെ കണ്ടു. അതെ, അവിടെ നോക്ക്. എടാ, നീ മിണ്ടാതിരിക്കേ, ഞാൻ ശ്രദ്ധിക്കട്ടെ. രാകേഷും ജിതേഷും ഒരു മരത്തിനു മുകളിൽ ഇരുന്നു കൊണ്ട് ആ കഴുകനെ ഉന്നം വയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവർ ആ കാട്ടിലേക്ക് വേട്ടയാടുന്ന തോക്ക് കൊണ്ടുവന്നിരുന്നു. അവർ ആ കഴുകനെ ഉന്നം വെച്ച് തന്റെ തോക്കെടുത്ത് അമ്പെയ്തതും ഒരു വിസിൽ ശബ്ദം കേട്ടു. എടാ, ഓടിക്കോ. ഇന്നലത്തെ പോലെ ആ ഗാർഡ് വീണ്ടും വന്നു. ആ ഈഗിളിനെ എന്താ ചെയ്യാ? അത് വിട്ടിട്ട് പോകണോ? അത് പിന്നെ നോക്കിക്കൊള്ളാം. ഇപ്പോൾ ഇവിടുന്ന് പോകാം. ഇന്നലെ എന്നെ എങ്ങനെയോ വിട്ടു. പക്ഷേ ഇന്ന് കുടുങ്ങിയാലേ വലിയ പ്രശ്നമാവും. വേഗം പോവാം. രേഖ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. രാകേഷും ജിതേഷും പോയതിനു ശേഷം കഴുകൻ താഴെ വീണു കിടന്ന സ്ഥലത്തേക്ക് രേഖ വന്നു. ഹോ, എത്ര വലിയ മുറിവാണിത്. ആ അമ്പ് നന്നായി കൊണ്ടെന്ന് തോന്നുന്നു. ഇല്ല, എനിക്കൊന്നും ആവില്ല. ഈ പരിക്ക് വേഗം ശരിയാവും. രേഖ ആ ശബ്ദം കേട്ടതും ആകെ അതിശയിച്ചു പോയി. അല്ല, എന്താ ഇത്? നീ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതിനേക്കാളും നിനക്ക് ഒരു വിഷയം അറിഞ്ഞാൽ ആശ്ചര്യം തോന്നും. അതായത്, നീ എന്തിനാ വിഷമിക്കണമെന്ന് എനിക്കറിയാം. അതോട് നീ എന്തിനാ കരയുന്നതിനു പോലും എനിക്കറിയാം. എന്താ, പറയൂ നോക്കട്ടെ. രേണു നിനക്ക് ചെയ്ത കാര്യം അത് ശരിயான കാര്യമല്ല. എനിക്കും അത് വിചാരിച്ചാൽ വിഷമമാകുന്നു. നീ ഒരു നല്ല പെൺകുട്ടിയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന നല്ല ഇതയം കൊണ്ട പെൺകുട്ടിയാണ്. നിനക്ക് ഇതുപോലെ വിഷയങ്ങൾ നടക്കാൻ പാടില്ല. അവരെന്നെ മഫ്ലർക്കാരിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ നല്ല വിഷമമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ മോശമാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ എന്നെ കളിയാക്കുന്നത്. ഞാൻ ഗ്രാമത്തിലെ കുട്ടിയാണ്. അതുകൊണ്ടാണ് എന്നെ കളിയാക്കുന്നത്. രേഖ, നീ വിഷമിക്കല്ലേ. മഫ്ലറിന് വേണ്ടി ഇവരെല്ലാം നിന്നെ കളിയാക്കിയോ, അതേ മഫ്ലർ ഇപ്പോൾ നിനക്ക് ഏറ്റവും വലിയ സഹായമായി മാറും. അതെങ്ങനെയാണ്? നീ നിന്റെ മഫ്ലറിനെ കാണിക്ക്.
രേഖ അവളുടെ മഫ്ലർ കാണിച്ചതും അതൊരു പുതിയ മഫ്ലറായി മാറി. ഈ മഫ്ലറിന്റെ അടുത്ത് നിനക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം, പക്ഷേ നീ ഇതിനെ തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇത് നിനക്ക് തെറ്റേ ചെയ്യും. പിന്നെ നീ എവരിനെങ്കിലും കഷ്ടം കൊടുക്കാനായിട്ട് ഇത് ഉപയോഗിച്ചാൽ അപ്പോഴും ഇത് നിനക്ക് തെറ്റേ ചെയ്യും. ശ്രദ്ധിക്കൂ, ഇതിനെ നീ നിനക്കും പിന്നെ മറ്റുള്ളവരുടെ സഹായക്കും വേണ്ടി ഉപയോഗിക്കണം. അപ്പോഴേ ഇത് വരമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഒരു ശാപമായി മാറും. ഇങ്ങനെ പറഞ്ഞിട്ട് കഴുകൻ പറന്നുപോയി. രേഖയ്ക്ക് വിശ്വസിക്കാനായില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഞാനിപ്പോൾ സ്വപ്നമാണോ കണ്ടത്? ഒരു കഴുകൻ എങ്ങനെ സംസാരിക്കാനാകും? പിന്നെ ഈ കീറിയ മഫ്ലർ പെട്ടെന്ന് എങ്ങനെയാണ് പുതിയതായത്? അങ്ങനെയാണെങ്കിൽ കഴുകൻ പറഞ്ഞത് നേരായിരിക്കുമോ? പരിശോധിച്ചു നോക്കാം. മഫ്ലർ, ആ മരത്തിന് മുകളിൽ കാണുന്നില്ല ആ പേരയ്ക്ക, അത് എടുത്തുകൊണ്ടുവാ. അപ്പോൾ രേഖയുടെ കയ്യിൽ ഉടനെ ഒരു പേരയ്ക്ക വന്നു. അയ്യോ, ഇത് അതിശയമാണ്. മഫ്ലർ, നീ എന്നെ വീട് വരെ പറന്നു കൊണ്ടുപോകൂ. രേഖ ഇങ്ങനെ പറഞ്ഞതും തന്നെ കാറ്റത്ത് പറക്കാൻ തുടങ്ങി. എത്ര രസമായിരിക്കുന്നു! ഇത് യഥാർത്ഥത്തിൽ മാന്ത്രിക മഫ്ലറായി മാറി. രേഖ തന്റെ വീട്ടിലേക്ക് വന്നതും തന്റെ മഫ്ലറോട് എന്തു പറഞ്ഞെന്നാൽ, മഫ്ലർ, നീ വേഗം എനിക്ക് നല്ല വസ്ത്രങ്ങൾ തരൂ. ഇങ്ങനെ പറഞ്ഞതും പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ അവിടെ വന്നു. രേഖ ഒരുപാട് സന്തോഷിച്ചു. വാവ്, ഇത് യഥാർത്ഥത്തിൽ വളരെ അതിശയമാണ്. മഫ്ലർ, എന്നെ കുറച്ചുകൂടി ഭംഗിയാക്കാമോ? ഇങ്ങനെ പറഞ്ഞതും രേഖയുടെ ഭംഗിയും കളറും ഒക്കെ മാറിയിരുന്നു. അവളിപ്പോൾ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. വാവ്, ഞാൻ നാളെ പുതിയ വസ്ത്രം ഇട്ടുകൊണ്ട് കോളേജിലേക്ക് പോകും. അടുത്ത ദിവസം രേഖ തന്റെ ക്ലാസ്സിലേക്ക് പോയപ്പോൾ എല്ലാരും അവളെ കണ്ട് അതിശയിച്ചു പോയി. രേഖ പുതിയ വസ്ത്രമിട്ടിരുന്നു. ഇപ്പോൾ അവളെ കാണാൻ വളരെ സുന്ദരിയായിരുന്നു. രേണു അവളെ നോക്കിയപ്പോൾ അവൾക്ക് അവളെ മനസ്സിലായില്ല. അല്ല, ഇവൾ ആരാണ്? ഇവൾ പുതിയ അഡ്മിഷൻ ആണോ? എടി മണ്ടി, ഇത് അവളാണ്, നമ്മുടെ ശത്രു രേഖ. കണ്ടോ അവൾ എങ്ങനെ മാറിയിരിക്കുന്നുവെന്ന്? ഇതെങ്ങനെ സാധിക്കും? ഇതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസം രാത്രി കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കാനാണ്? അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പോരേമ, നീ ചെന്ന് കണ്ടുപിടിക്കേ. ഈ കൊരങ്ങി എങ്ങനെയാണ് ഇത്ര ഭംഗിയുള്ളവളായതെന്ന് ചെന്ന് കണ്ടുപിടിക്കേ. കോളേജ് കഴിഞ്ഞതിന് ശേഷം രേഖ കോളേജിൽ നിന്നും പുറത്തേക്ക് വന്നതും റീബ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. രേഖ സിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോയതും റീമ അവളെ ഒളിഞ്ഞു നിന്ന് നോക്കാൻ തുടങ്ങി. ഈ രേഖയുടെ രൂപം, കളറ് എല്ലാം എങ്ങനെയാണ് മാറിയത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാനിപ്പോൾ സിറ്റിക്ക് പുറത്ത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എന്റെ മഫ്ലർ യൂസ് ചെയ്യണം. രേഖ തന്റെ മഫ്ലർ കയ്യിലെടുത്തു. എന്നിട്ട് എന്തോ പറഞ്ഞു. ഉടനെ രേഖ കാറ്റിൽ പറക്കാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഞാൻ എന്താ ഈ കാണുന്നത്? ഈ രേഖ എങ്ങനെയാ കാറ്റത്ത് പറക്കുന്നത്? മഫ്ലറിനെ കുറിച്ച് പറഞ്ഞതും രേണുവിന് അത് വിശ്വസിക്കാനായില്ല. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാറ്റിനും കാരണം ആ മഫ്ലർ ആണോ? നമ്മൾ ഏത് മഫ്ലറിനെയാണോ കളിയാക്കിയത്, അതിപ്പോൾ മാന്ത്രിക മഫ്ലർ ആണോ? എനിക്ക് ആ മഫ്ലർ വേണം. റീമ, എനിക്ക് ആ മഫ്ലർ വേണം. എന്തെങ്കിലും ചെയ്ത് ആ മഫ്ലർ നമ്മൾ സ്വന്തമാക്കണം. അടുത്ത ദിവസം രേഖ കോളേജിലേക്ക് വന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ആ മഫ്ലർ അടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ അവസരം മുതലാക്കി രേണു അതുപോലുള്ള ഒരു മഫ്ലർ അവിടെ വെച്ചു. എന്നിട്ട് രേഖയുടെ മഫ്ലർ അവൾ മോഷ്ടിച്ചു. രേഖ കോളേജ് കഴിഞ്ഞതും സിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്നു. തന്റെ മഫ്ലർ അവൾ കയ്യിലെടുത്തു. ശരി മഫ്ലർ, ഇപ്പോൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. രേഖ പറഞ്ഞതും ഒന്നും സംഭവിക്കാത്തപ്പോൾ അവൾ ആകെ വിഷമത്തിലായി. അല്ല മഫ്ലർ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോ. എന്തുപറ്റി? എന്തുകൊണ്ടാ ഇന്ന് എനിക്ക് പറക്കാനാകാത്തത്? അല്ല, ഈ മാന്ത്രിക മഫ്ലറുടെ ശക്തി എവിടെയാണ് പോയത്? എങ്ങനെ പറക്കും? മഫ്ലർ ആ രേണുവിന്റെ കയ്യിലല്ലേ ഉള്ളത്. രേണു ആ മഫ്ലർ നോക്കിക്കൊണ്ടേയിരുന്നു. വാവ്, ഈ മാന്ത്രിക മഫ്ലർ ഇപ്പോൾ എന്റെ കയ്യിലെത്തി. ഇതറിഞ്ഞാൽ ആ രേഖ വിറച്ചു പോകും. ഇത് ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ നന്നായി വിശക്കുന്നു. മഫ്ലർ, എനിക്ക് ഐസ്ക്രീമും ബർഗറും കൊണ്ടുവന്ന് താ. ഇങ്ങനെ പറഞ്ഞതും രേണുവിന്റെ മുൻപിൽ ഐസ്ക്രീമും ബർഗറും എത്തി. എന്റെ ദൈവമേ, ഇത്രയും ബർഗറും ഐസ്ക്രീമുമോ? ദേ നോക്കൂ, ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇത് നമുക്ക് നൽകും. മഫ്ലർ കിട്ടിയതിന് ശേഷം രേണു ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അടുത്ത ദിവസം നല്ല സന്തോഷത്തോടെ കോളേജിലേക്ക് വന്നു. പുതിയ ഡ്രസ്സ്, പുതിയ ഭംഗി, കാണാൻ അവൾ വളരെ നന്നായിരുന്നു.
വാവ് രേണു, നീ മുൻപത്തെക്കാളും ഇപ്പോൾ നല്ല ഭംഗിയായിരിക്കുന്നു. പിന്നെ ഈ പുതിയ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നു. രേമ, നീ കാത്തിരുന്നു നോക്ക് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവെന്ന്. ആദ്യം ആ രേഖയുടെ കാര്യത്തിൽ എന്തെങ്കിലും എന്ന് തീരുമാനിക്ക്. മഫ്ലർ കിട്ടിയത് നമ്മളോട് അഹങ്കരിച്ചില്ലേ അവൾ? ശരി വാ. ക്ലാസ് റൂമിൽ രേണുവും റീമയും രേഖയുടെ അടുത്തേക്ക് വന്നു. രേണുവിന്റെ കയ്യിൽ തന്റെ മഫ്ലർ കണ്ടതും അവൾ ആകെ വിഷമിച്ചു. എന്റെ മഫ്ലർ എങ്ങനെയാ നിന്റെ കയ്യിൽ? അത് തന്നെയാണ് രേഖ, മാജിക്. ഇതല്ലേ നിന്റെ വസ്ത്രവും ഭംഗിയും ഒക്കെ മാറുന്നതിനുള്ള കാരണം. ഇനി ഇതില്ലാതെ നീ എന്തു ചെയ്യും? ഇപ്പോൾ ഞാൻ പറയാം. മഫ്ലർ രേഖയെ പിച്ചക്കാരിയാക്കി മാറ്റ്. അവളുടെ ഡ്രസ്സ് മോശമാക്കി മാറ്റ്. അവളെ വയസ്സായവളാക്കി മാറ്റ്. രേണു രേഖയ്ക്ക് ദ്രോഹം ചെയ്യാൻ നോക്കി. ഇപ്പോൾ മഫ്ലറുടെ മാജിക് തലകീഴായി. ഇപ്പോൾ അഴുക്കുള്ള വസ്ത്രം രേണു ഇട്ടിരുന്നു. പിന്നെ അവൾ മുത്തശ്ശിയായി മാറി. തന്റെ ഈ രൂപം കണ്ടിട്ട് അവൾ കരയാൻ തുടങ്ങി. ഇല്ല, എനിക്ക് എന്താണ് പറ്റിയത്? ഞാൻ എങ്ങനെയാണ് മുത്തശ്ശിയായി മാറിയത്? ദൈവമേ, എന്നെ രക്ഷിക്ക്, എന്നെ ശരിയാക്ക്. മഫ്ലർ, എന്നെ ശരിയാക്ക്. രേഖ, എന്നെ ഒന്ന് സഹായിക്ക്. എന്റെ അവസ്ഥ നീ കണ്ടോ? രേഖ ആ മാന്ത്രിക മഫ്ലർ കയ്യിൽ വാങ്ങി. അല്ലയോ മഫ്ലർ, രേണുവിനെ പഴയതുപോലെ ആക്ക്. അവൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ മാറ്റ്. വീണ്ടും മഫ്ലറിന്റെ മാജിക് വർക്കായി. പിന്നെ ഒരു നിമിഷം കൊണ്ട് രേണു വീണ്ടും പഴയതുപോലെ ആയി. എന്നോട് ക്ഷമിക്കൂ രേഖേ, ഞാൻ അറിയാതെ തെറ്റു ചെയ്തു പോയി. ഞാൻ നിന്നെ ഒരുപാട് തവണ വിഷമിപ്പിച്ചിട്ടുണ്ട്. ദയവായി എന്നോട് ക്ഷമിക്കണേ. രേണു, നിന്റെ തെറ്റ് നീ മനസ്സിലാക്കിയല്ലോ. അത് തന്നെ എനിക്ക് സന്തോഷമാണ്. നമ്മുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത് അത്ര നല്ല സ്വഭാവമല്ല. മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരസ്പരം സ്നേഹിക്കണം. അതുകൊണ്ട് ഇനി എപ്പോഴും നീ ഒരിക്കലും ആരെയും താഴ്ത്തരുത്. ഇല്ല ഇല്ല, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല. ഫത്തേഗഞ്ച് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഓരോ ദിവസവും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നു. അതേ ഗ്രാമത്തിൽ സുരേഷ് എന്ന് പേരുള്ള ഒരാള് തന്റെ ഭാര്യ ശാലിനിയോടൊപ്പം ജീവിച്ചു വന്നു. ഒരു ദിവസം സുരേഷ് പാടത്തു നിന്നും വീട്ടിലേക്ക് ഓടി വന്നു. ശാലിനി, വേഗം വാ, നമുക്ക് ഈ ഗ്രാമത്തെ വിട്ടിട്ട് വേഗം തന്നെ പോയേക്കണം. പക്ഷെ എവിടേക്ക് പോകും ചേട്ടാ? ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ഫത്തേഗഞ്ചിന്റെ മേലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ നേരെ ഇങ്ങോട്ടാണ് ബലത്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ചേട്ടാ, വരൂ പോകാം. സുരേഷ് തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഫത്തേഗഞ്ച് മലയിലേക്ക് വന്നെത്തി. അവിടെ മുൻപേ തന്നെ ഗ്രാമത്തിലെ ജനങ്ങളും തലവനും നിൽക്കുന്നുണ്ടായിരുന്നു. തലവൻ ഗ്രാമത്തിലെ ജനങ്ങളോട് എന്തു പറഞ്ഞെന്നാൽ, ഗ്രാമത്തിലുള്ള ജനങ്ങളെ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. ഗ്രാമത്തിൽ ഇത്രയും വർഷത്തിൽ ഒറ്റ പ്രാവശ്യമാണ് വെള്ളം വന്നിരിക്കുന്നത്. പക്ഷേ ഇതേ വർഷത്തിൽ തന്നെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ബലത്തമായിട്ട് പെയ്യുന്നത്. പിന്നെ വെള്ളം വരുമ്പോൾ തന്നെ ഗ്രാമത്തിലുള്ള വീടുകളൊക്കെ വല്ലാതെ നാശമായിട്ട് പോകുന്നുണ്ട്. പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഗ്രാമത്തില് വർഷം 3 പ്രാവശ്യം വെള്ളം വരുമോ? അതെ, നമ്മൾ ഇതുപോലെ തന്നെ എടുക്കണം സുരേഷ്. പക്ഷെ നമ്മളുടെ വീടുകൾ ഈ വെള്ളപ്പൊക്കത്തിൽ മൂழ்കിപ്പോകുന്നു. പിന്നെ മരങ്ങൾ ഗ്രാമത്തിലെ ജമീന്ദാറുകൾക്ക് മാത്രമാണുള്ളത്. അദ്ദേഹം ഓരോ വട്ടവും വെള്ളപ്പൊക്കത്തിന് ശേഷം മരത്തിന്റെ വില അധികമാക്കുന്നു. ഈ കാര്യം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് ജമീന്ദാരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം അയാൾ കേൾക്കുന്നേയില്ല. അദ്ദേഹത്തിന്റെ വീട് ഗ്രാമത്തിലെ കരയിലാണുള്ളത്. അതുകൊണ്ട് എപ്പോഴും അയാളുടെ വീട്ടിൽ വെള്ളം വന്നാലും അയാളുടെ വീട്ടിലേക്ക് വരില്ല. അയാളുടെ വ്യാപാരത്തിലും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നതിന് ശേഷമേ അറിയുള്ളൂ വീട് എങ്ങനെ കെട്ടാൻ പോവെന്ന്. പതുക്കെ പതുക്കെ ഗ്രാമത്തിനകത്ത് കയറിയ വെള്ളം വറ്റാൻ തുടങ്ങി. പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ തുടങ്ങി. സുരേഷും ശാലിനിയും അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവര് നോക്കി, അവരുടെ വീട് മൊത്തത്തിൽ നശിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ വീട് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഗ്രാമത്തിലുള്ളവരെല്ലാരും എന്ത് ചെയ്യുന്നു അത് തന്നെ ചെയ്യണം. ജമീന്ദാറിന്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് മരങ്ങളും വാങ്ങിയിട്ട് ഒരു പുതിയ വീടും കെട്ടണം. പക്ഷെ അദ്ദേഹം മരത്തിന് ഇപ്പോൾ അധികമായി കാശ് ചോദിക്കും. ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വേറെ എന്താ ചെയ്യേണ്ട ശാലിനി? നമ്മളടുത്ത് ഇപ്പൊ വേറെ ഒരു വഴിയും ഇല്ലല്ലോ. ശരി ചേട്ടാ. ശാലിനിയും സുരേഷും ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. വാ വാ സുരേഷ് വാ, ഞാൻ നിനക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഗ്രാമത്തെ തലവനും അവര് വീട് കെട്ടാൻ വേണ്ടി മരങ്ങളൊക്കെ വാങ്ങിട്ട് പോയത്. അതെ, ഞാനും നിങ്ങളുടെ അടുത്ത് മരം വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. ഇപ്പോഴും അതിന്റെ വില എന്താണെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ നോക്കൂ സുരേഷ്, കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം കൂടിയതുകൊണ്ട് മരത്തിന്റെ വിലകളും കൂടിയിട്ടുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾ മരത്തിന്റെ വില കൂട്ടി പറയുമെന്ന്. നിങ്ങളുടെ അത്യാഗ്രഹം നിങ്ങളുടെ മുഖത്ത് തന്നെ കാണാനുണ്ട്. എടീ, മര്യാദയ്ക്ക് മര്യാദയോടെ സംസാരിക്കണം. നിനക്ക് അറിയോ ഞാൻ ആരാണെന്ന്?
ഞങ്ങളോട് ക്ഷമിക്കണം ജമീന്ദാരെ. നിങ്ങൾ ഞങ്ങൾക്ക് മരങ്ങൾ മാത്രം തന്നേക്ക്. അത് വെച്ചിട്ട് ഞങ്ങൾ വീട് കെട്ടണം. ശരി, ഗുഡൌണിൽ നിന്ന് മരം എടുത്തോളൂ. പക്ഷേ ഇന്ന് തന്നെ മരത്തിന്റെ വിലയൊക്കെ വല്ലാതെ കൂടിയിട്ടുണ്ട്. ശരി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ശാലിനിയും സുരേഷും ഗുഡൌണിൽ നിന്നും മരങ്ങൾ എടുത്തുകൊണ്ടുപോയി ഫത്തിഗഞ്ചിലെ അവരുടെ വീട് വീണ്ടും ശരിയാക്കി. പിന്നെ ശാലിനി തന്റെ ഭർത്താവ് സുരേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ജമീന്ദാർ പറഞ്ഞതിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിനക്കെന്നെ അറിയാലോ ശാലിനി, ഗ്രാമത്തിലെ ജമീന്ദാറിനടുത്ത് മാത്രമാണ് ആ മരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അദ്ദേഹം തന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് വീട് കെട്ടാൻ പോകുന്നത്? അദ്ദേഹം തരുന്ന മരങ്ങൾ വെച്ചിട്ടാണ് ഗ്രാമത്തിലെ എല്ലാവരും വീടും കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും നല്ലത് നടക്കില്ല. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ആവശ്യം മുതലാക്കി തന്റെ അത്യാഗ്രഹം സാധിച്ചെടുക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശാലിനി. എങ്ങനെ ഉണ്ടായാലും ശരി. എനിക്ക് മനസ്സിലാകുന്നു ചേട്ടാ, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. നീ എന്നെ ഇത്രയൊന്നും പുകഴ്ത്തണ്ട. ഞാൻ കാട്ടിലേക്ക് പോയി നോക്കാം. ഞാൻ തന്നെ വീടിന് കൂറയ്ക്ക് വേണ്ടി കാട്ടിലെ മരം വെട്ടിയിട്ട് വരാം. സുരേഷ് കാട്ടിലേക്ക് ചെന്നു. അദ്ദേഹം കാട്ടിനകത്തേക്ക് പതുക്കെ പതുക്കെ ചെന്നപ്പോൾ അദ്ദേഹം നോക്കി, അവിടെ ഒരു വലിയ മരത്തിനടിയിൽ ഒരു സ്വാമിജി തപസ്സിരിക്കുകയായിരുന്നു. സുരേഷ് ആ സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ സ്വാമിജിയും തന്റെ കണ്ണുകൾ താനെ തുറന്നു. എന്നിട്ട് സുരേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, പറയൂ മോനെ, നീ എന്നെ തേടി വന്നിട്ടുണ്ടെങ്കിൽ നീ എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നവരായിരിക്കും. അതെ സാധു, ഞങ്ങളുടെ ഗ്രാമം ഫത്തേഗഞ്ചയിൽ വർഷത്തിന് 3 പ്രാവശ്യമാണ് വെള്ളപ്പൊക്കം വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും നശിച്ചാണ് പോകുന്നത്. പിന്നെ ജമീന്ദാർ അത് ഉപയോഗിച്ച് തന്നെ മരങ്ങളൊക്കെ അധിക വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് തീർവ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മോനെ, എനിക്ക് നിന്റെ ഗ്രാമത്തിന്റെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാമിജി തന്റെ കൈകൾ മുന്നോട്ട് നീട്ടി. എന്നിട്ട് മന്ത്രം പറഞ്ഞു. അദ്ദേഹം മന്ത്രം പറഞ്ഞതും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഓടക്കുഴൽ വന്നു. എപ്പോഴൊക്കെ നിന്റെ ഗ്രാമത്തില് വെള്ളം പൊക്കം വരുന്നുണ്ടോ അപ്പോൾ നീ സുരേഷ് ഈ ഓടക്കുഴൽ എടുത്തിട്ട് നീ വാശിക്കാൻ തുടങ്ങണം. ഇതൊരു സാധാരണ ഓടക്കുഴലല്ല. ഈ ഓടക്കുഴൽ നീ വാശിക്കാൻ തുടങ്ങിയ ഉടനെ ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലും കാലുകൾ മുളയ്ക്കാൻ തുടങ്ങും. പിന്നെ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആടിക്കൊണ്ട് തന്നെ മലയ്ക്ക് മുകളിൽ അങ്ങ് പോയേക്കും. ശരി, നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് സ്വാമിജി. സുരേഷ് ആ ഓടക്കുഴൽ വാങ്ങി. എന്നിട്ട് നേരെ ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് ചെന്നു. പിന്നെ തലവനോട് ആ ഓടക്കുഴലിനെ കുറിച്ചും അതിന്റെ കഥയെക്കുറിച്ചും പറഞ്ഞു. ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ നല്ല കാര്യം തന്നെയാണ് സുരേഷ്. പക്ഷേ വേഗം തന്നെ ഗ്രാമത്തിൽ വീണ്ടും ഒരു വെള്ളം പൊക്കം വരാൻ പോവുകയാണ്. എല്ലാ വീടും വളരെ ശ്രദ്ധയോടെ നോക്കാനുള്ള പൊറുപ്പ് നിന്റെ അടുത്താണ് ഉള്ളത്. എനിക്ക് നിന്റെ മേലെ പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, അത് ഞാൻ നോക്കിക്കോളാം. മാസങ്ങൾ കടന്നുപോയി. പിന്നെ ഗ്രാമത്തിൽ വീണ്ടും വെള്ളം വരാൻ തുടങ്ങി. എല്ലാരും ഫത്തിഗഞ്ചിന്റെ മലയിലേക്ക് ഓടിച്ചെന്ന് കയറി നിന്നു. പക്ഷേ സുരേഷ് ആ ഗ്രാമത്തിൽ തന്നെ ഇരുന്നു. ചേട്ടാ വരൂ, നമുക്ക് പോകാം. ഈ ഓടക്കുഴൽ ജോലി ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ എന്തിനാ തന്നെ താനെ ഇങ്ങനെ ആപത്തിൽ കുടുങ്ങുന്നത്? എനിക്ക് വിശ്വാസമുണ്ട് ശാലിനി, ഈ ഓടക്കുഴൽ തീർച്ചയായിട്ടും നമുക്ക് ഫലം തരും. നീ പോയിക്കോ, ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാ വീടും മലമേലെ കൊണ്ടുവന്നേക്കാം. ശാലിനി അവിടെ നിന്നും പോയി. പിന്നെ സുരേഷ് ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. സുരേഷ് ആ ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങിയതും തന്നെ ഗ്രാമത്തിലെ വീടുകൾക്ക് കാൽ വന്നു. പിന്നെ അതൊക്കെ അനങ്ങാൻ തുടങ്ങി. സുരേഷ് ആ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് തന്നെ ഫത്തിഗഞ്ചിന്റെ മലയെ നോക്കി നടന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പുറകെ തന്നെ വീടുകളും വരാൻ തുടങ്ങി. തലവൻ ഒരുപാട് ദൂരെ നിന്ന് നോക്കി. എന്നിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇത് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. ഗ്രാമത്തിലുള്ള വീടൊക്കെ ആടിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ നടന്നുകൊണ്ട് ഈ മലയിലേക്കാണ് വരുന്നത്. സുരേഷ് ആ വീടുകളെ മലയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് കണ്ടിട്ട് തലവൻ സുരേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, വാ, നീ മൊത്ത ഗ്രാമം രക്ഷിച്ചിട്ടുണ്ട് സുരേഷ്. വളരെ അത്ഭുതം തന്നെ. ഇന്ന് നീ ഗ്രാമത്തിലുള്ള എല്ലാ വീടും രക്ഷിച്ചിട്ടുണ്ട്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് സുരേഷ്. മുതലാളി, ഇത് എന്റെ കടമയാണ്. പിന്നെ ആ വെള്ളം ഗ്രാമത്തിൽ നിന്നും പോകാൻ തുടങ്ങി. പിന്നെ വീണ്ടും ഒരു വട്ടം സുരേഷ് ആ ഓടക്കുഴൽ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ആ വീടുകൾ നടന്ന് അദ്ദേഹത്തിന്റെ പുറകെ ചെന്നു. പിന്നെ അദ്ദേഹം വീണ്ടും ആ വീടുകളെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാ വീടുകളും അവരവരുടെ സ്ഥലത്ത് ചെന്ന് നിന്നു. മറ്റൊരു വശത്ത് തലവൻ ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. തലവനെ കണ്ടതും ജമീന്ദാർ എന്തു പറഞ്ഞെന്നാൽ, വരൂ 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 മുതലാളി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഗ്രാമത്തില് വീണ്ടും വെള്ളപ്പൊക്കം വന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പ്രാവശ്യം വെള്ളപ്പൊക്കമായതുകൊണ്ട് എന്റെ വീടിന്റെ അടുത്ത് വരാൻ പറ്റിയില്ലല്ലോ. അതെ, മഴ വെള്ളപ്പൊക്കം വന്നതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നും ആവാത്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ് മുതലാളി.
പക്ഷെ നിങ്ങൾ ഇതൊക്കെ പറയുന്ന മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മരങ്ങളുടെ വില വളരെ കൂടിയിട്ടുണ്ടല്ലോ. നിങ്ങള് മുതലാളിയെ കൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ വിലയില് ഞാൻ സാധാരണ മരമൊന്നും കടാൻ പറ്റില്ലല്ലോ. പണം തന്നിട്ട് നിങ്ങൾ ഗുഡോനുള്ള മരങ്ങൾ എടുത്തേക്ക്. എടാ പോയിക്കോ, ഈ പ്രാവശ്യം നിനക്ക് ഞാൻ ഒരു പൈസ പോലും തരാൻ പോകുന്നില്ല. ലോക കള്ളനാണ് നീ. എനിക്ക് നിന്റെ അടുത്തുനിന്ന് ഒരു മരവും വേണ്ട. എനിക്ക് മാത്രമല്ല, ആർക്കും നിന്റെ മരം ഇനി മുതൽ ആവശ്യമേ ഇല്ല. മുതലാളി, എന്റെ അടുത്ത് നിങ്ങളൊന്നും ആലോചിച്ചിട്ട് സംസാരിച്ചേക്കണം. പിന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് മൊത്ത ഗ്രാമത്തിനും പിന്നെ ഞാൻ മരം തരാതെ പോയേക്കും. നീ തരണ്ട. എനിക്ക് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്റെ മരം ആവശ്യമില്ല. നിന്റെ മരം എടുത്ത് നീ തന്നെ വിട്ടേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ തന്റെ വീടിനെ നോക്കി നടന്നു ചെന്നു. പിന്നെ ജമീന്ദാറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ഗില്ലു ഓടി വന്നു. ജമീന്ദാർ മുതലാളി, എന്ത് എന്ത് ഒന്ന് വേഗം പറ. മുതലാളി, ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം വന്നില്ലേ? പക്ഷേ സുരേഷ് ഓടക്കുള്ളിൽ വെച്ച് മൊത്തം ഗ്രാമം രക്ഷിച്ചു മുതലാളി. പിന്നെ വീടൊക്കെ ആടിക്കൊണ്ട് തന്നെ അവന്റെ പിന്നിൽ തന്നെ പോയി മുതലാളി. നീ പറയുന്നത് തമാശയാണെങ്കിലേ ഈ തമാശ നിനക്കെന്നെ ആപത്താവുങ്കില്ലോ. ഇല്ല, ഞാൻ പറയുന്നത് വളരെ സത്യം തന്നെയാണ് മുതലാളി. ഒരു പക്ഷെ ഇത് സത്യമാണെങ്കിൽ സുരേഷ് ഇതുപോലെ തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. ജനങ്ങളൊക്കെ രക്ഷിച്ച് ഇവൻ മലമേലെ ഇവൻ തന്നെ കൊണ്ടുപോകും. പിന്നെ ജനങ്ങൾ എൻ്റെ അടുത്ത് മരം വാങ്ങാനേ വരില്ല. പിന്നെ അതെനിക്ക് വല്ലാതെ വലിയ നഷ്ടമായിരിക്കും. ഞാൻ ഏതെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇല്ലോ, നിനക്ക് സുരേഷിന്റെ വീട് അറിയില്ലേ നിനക്ക്? ആ മുതലാളി, എനിക്കറിയാം. എന്തായിരുന്നു? രാത്രി തയ്യാറായിക്കോളൂ. ഇന്ന് രാത്രി തന്നെ സുരേഷിന്റെ വീട്ടിൽ പോയിട്ട് ആ ഓടക്കുഴൽ എടുത്തേക്കണം. സമയം രാത്രിയായി. ജമീന്ദാർ ഗില്ലുവിനോടൊപ്പം ചേർന്ന് സുരേഷിന്റെ വീട്ടിനകത്തേക്ക് കേറി. സുരേഷിന്റെ ഓടക്കുഴൽ മോഷ്ടിക്കാനായി. ഇത് ശരിക്കും സുരേഷിന്റെ വീട് തന്നെയല്ലേ? അതേ മുതലാളി, ഇത് സുരേഷിന്റെ വീട് തന്നെയാണ്. ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ തന്നെയായിരിക്കും എവിടെയെങ്കിലും ഉണ്ടാവുക. അവർ അടുക്കളയിലേക്ക് ചെന്നു. ആ സ്ഥലത്ത് ജമീന്ദാറിന് ആ ഓടക്കുഴൽ കിട്ടി. ഇവിടെ നോക്ക്, ഇവിടെ തന്നെ ഉണ്ടാവും ആ ഓടക്കുഴൽ. ഇതല്ലേ ആ ഓടക്കുഴൽ? ഈ ഓടക്കുഴൽ എന്തിനായിരിക്കും ഇവര് അടുക്കളയിൽ വെച്ചിട്ടുണ്ടാവുക? ഗില്ലു, ഗില്ലു, എവിടെയാടാ? നിന്നെ കാണാതെ പോയല്ലോ. ഗില്ലു ആ സ്ഥലത്തു നിന്നും മാഞ്ഞുപോയി. ജമീന്ദാർ ആ ഓടക്കുഴൽ കയ്യിലെടുത്തു. ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു. പക്ഷെ വീടിനു പുറത്ത് ഗില്ലു നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. എന്ത് പറ്റി മുതലാളി? ഓടക്കുഴൽ കിട്ടിയല്ലോ നിങ്ങൾക്ക്? എവിടെയാടാ? നിന്നെ കാണാതെ പോയല്ലോ നീ. എനിക്ക് ഓടൽക്കുഴൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങ് പോയേക്കാം. സുരേഷ് എണീക്കുന്ന മുമ്പ് നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാം. മുതലാളി, നിങ്ങൾ വല്ലാത്ത ഒരു അത്യാഗ്രഹം പിടിച്ച ആള് തന്നെയാണ്. എടാ, മര്യാദയോട് സംസാരിക്കണം. എന്തായാലും അവൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? തലവൻ ജമീന്ദാറിന്റെ പുറകിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കൂടെ സുരേഷും ഗ്രാമത്തിലെ ജനങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. മുതലാളി, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതെ, ഞാനാണ് പിന്നെ ഇവിടെ വരാൻ പറഞ്ഞത്. എന്റെ മുതലാളിക്ക് അത്യാഗ്രഹം ഉള്ളതുപോലെ തന്നെ എനിക്കും അതുണ്ടല്ലോ. പിന്നെ ഗ്രാമത്തിൽ ജനങ്ങൾക്ക് കെട്ടത് നടന്നിട്ട് എനിക്ക് നല്ലത് നടക്കുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുകയില്ല. ഇപ്പൊ ഉടനെ തന്നെ ഈ ഗ്രാമത്തെ വിട്ട് പുറത്തേക്ക് പോടാ ജമീന്ദാറെ. ഇല്ലെങ്കിൽ ഞങ്ങളെ ജനങ്ങളെല്ലാം ചേർന്നിട്ട് നിന്നെ അടിച്ചങ്ങ് ഇവിടുന്ന് പുറത്തായിരിക്കും. മര്യാദയ്ക്ക് ഓടിക്കോ. ശരി, എനിക്ക് മനസ്സിലായി. ജമീന്ദാർ ആ ഓടക്കുഴൽ സുരേഷിന്റെ കയ്യിൽ നൽകിയിട്ട് ആ ഗ്രാമത്തിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്ക് പോയി. പിന്നെ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ സുരേഷ് ഓടക്കുഴൽ വായിച്ച് ഗ്രാമത്തിലെ വീടുകളെ അതിൽ നിന്നും രക്ഷിച്ചു.